നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ വാങ്കഡയിൽ നമ്മൾ കണ്ടത് മലയാളി പയ്യൻ്റെ വെടിക്കെട്ടാണ്. സഞ്ജു സാംസൺ തീ തുപ്പി ഇംഗ്ലണ്ടിൻ്റെ ബോളർമാരെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അദ്ദേഹം പിച്ചി ചിന്തി. ജോഫ്രെ ആർച്ചറെ വെച്ച് സഞ്ജുവിനെ പൂട്ടാൻ നോക്കി ഇംഗ്ലണ്ടിന്. അതേ ആർച്ചറെ പൊതിരെ തല്ലിക്കൊണ്ട് സഞ്ജു സാംസൺ മറുപടി കൊടുത്തു. ശരിയാണ്, സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് അദ്ദേഹം 15 റൺസിലെത്തി നിൽക്കവേ ആർച്ചറുടെ പന്തിൽ ഹാരി ബ്രൂക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട്. മുമ്പ് നമുക്കറിയാമല്ലോ, സ്റ്റീവോയുടെ ക്യാച്ച് അർഷൽ ഗിബ്സ് 1999 വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഡ്രോപ്പ് ചെയ്തത്. അന്ന് സ്റ്റീവോ പറഞ്ഞൊരു വാക്കുണ്ട് ഗിബ്സിനോട്, ഹേ മിസ്റ്റർ ഗിബ്സ്, നിങ്ങളിപ്പോൾ ഡ്രോപ്പ് ചെയ്തത് വേൾഡ് കപ്പാണെന്ന്. അതുപോലെ പറയാൻ കഴിയുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി. എന്തായാലും സഞ്ജു പൊള്ളിച്ചെടുക്കിയ കാഴ്ച നമ്മളൊക്കെ ആഗ്രഹിച്ചു, അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിൽ ജാക്സ് ആ ഒരു ബോൾ വൈഡാക്കി എറിഞ്ഞത് അദ്ദേഹം എത്തിപ്പിടിച്ചടിക്കാൻ പോയി, ഔട്ടായിപ്പോയി. എന്നാൽ പോലും 89 റൺസിൻ്റെ അതിമനോഹരമായൊരു ഇന്നിങ്സാണ് സഞ്ജു സാംസൺ നമുക്കായിട്ട് വാങ്കഡയിൽ കാത്തുവെച്ചത്. 42 പന്തുകൾ, 8 4ഉം 7 6ഉം അടക്കം അദ്ദേഹം 89 റൺസ് അടിച്ചു. 211.2 211.9 സ്ട്രൈക്ക് റേറ്റിലാണ് ആ ഒരു ഇന്നിങ്സ് വന്നത്. ശ്രദ്ധിക്കുക, മറുഭാഗത്ത് സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ ഇന്നും നിരാശപ്പെടുത്തി. 7 പന്തിൽ നിന്ന് 2 4ഉള്ള സഹായത്തോടെ 9 റൺസ് എടുത്ത് അദ്ദേഹത്തെ വിൽ ജാക്സ് മടക്കി വിട്ടു. എന്നിട്ട് ഇഷാൻ കിഷനുമൊത്തൊരു പൊളിച്ചെടുക്കലാണ് സഞ്ജു സാംസൺ നടത്തിയത്. ആദ്യ വിക്കറ്റ് 20 റൺസിന് പോയെടുത്തുന്ന ടീം ഇന്ത്യ 117 റൺസിലെത്തിയിട്ടാണ് 10ാമത്തെ ഓവറിൽ ഇഷാൻ മടങ്ങുന്നത്. ഇഷാൻ നന്നായി കളിച്ചിട്ടുണ്ട്. 18 പന്തിൽ 4 4ഉം 2 6ഉം അടക്കം 39 റൺസ്. പക്ഷേ സഞ്ജു തൻ്റെ ഇന്നിങ്സ് അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ 14ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം പുറത്തായത്. 3 വിക്കറ്റ് നഷ്ടം. ആ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇന്ത്യ 160 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഏതായാലും നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 15ാമത്തെ ഓവർ കഴിഞ്ഞ സമയത്താണ്. ടീം ഇന്ത്യയുടെ സ്കോർ 180 എത്തുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിസുന്ദരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ക്രീസിൽ ശിവൻ ദ്യൂബയും സൂര്യകുമാർ യാദവുമാണുള്ളത്. ഏതായാലും നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും സ്കോർ കാർഡിലൊക്കെ മാറ്റം വരും. പക്ഷേ സഞ്ജു ഈ കളിച്ച ഇന്നിങ്സ് ഉണ്ടല്ലോ, യെസ്, സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നവരൊന്ന് കണ്ണു തുറന്ന് അങ്ങ് കണ്ടേക്ക്. കൽക്കത്തയിൽ അദ്ദേഹം 97 റൺസാണ് അടിച്ചതെങ്കിൽ ഇവിടെ ഇതാ വാങ്കഡയിൽ 89 റൺസ് അടിച്ചു കൂട്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.